നമസ്കാരം. നാട്ടുവാർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാറശാലയിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം ഫലം കണ്ടു. കൊടവിളാകം LP സ്കൂളിൽ കിണറ്റിലെ പാമ്പുകളെ മാറ്റി. വയനാട് പിണങ്ങോട് ട്രാവലർ വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. വണ്ടിപ്പെരിയാർ 59-ാം മൈലിന് സമീപം ലോറി അപകടത്തിൽപ്പെട്ടു. കോതമംഗലത്ത് KSRTC ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. പൂപ്പാറ പന്നിയാർ പുഴയിൽ വീണ്ടും കയ്യേറ്റം. പുഴ പുറമ്പോക്ക് വെട്ടിത്തെളിച്ചു. പഞ്ചായത്ത് ഇടപെട്ട് നിർമ്മാണം നിർത്തി. വീണ്ടും റേഷൻ കട ആക്രമിച്ച് അരി കഴിച്ചു പടയപ്പ. അകത്താക്കിയത് 3 ചാക്ക് അരി. സംഭവം മൂന്നാർ പെരിയവാര എസ്റ്റേറ്റിൽ. വയനാട് കല്ലൂരിൽ ബസ്സിടിച്ച് കാട്ടാന ചരിഞ്ഞു. തദ്ദേശ വകുപ്പ് സേവനങ്ങൾ ഇനി വിരൽ തുമ്പിൽ. K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. K-സ്മാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 8 ഇന സേവനങ്ങൾ. വിശദമായി നോക്കാം. തൊടുപുഴ വെള്ളിയാമറ്റത്ത് കുട്ടിക്കർഷകരുടെ 13 പശുക്കൾ കൂട്ടത്തോടെ ചത്തു. സഹോദരങ്ങളായ ജോർജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. അടിയന്തര സഹായം നൽകുമെന്ന് വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മരച്ചീനിയുടെ തോല് കഴിച്ചതാണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ. ഇന്നലെ രാത്രിയോടെയാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. പിന്നാലെ 13 പശുക്കൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. 17-കാരനായ ജോർജും സഹോദരൻ മാത്യുവും ചേർന്നാണ് പശുക്കളെ പരിപാലിച്ചിരുന്നത്. മറ്റ് 5 പശുക്കളുടെ നില ഗുരുതരമാണ്. ഇന്നലെ വൈകിട്ടാണ് മരച്ചീനിയുടെ തൊലി പശുക്കൾക്ക് നൽകിയത്. നേരത്തെയും ഉണങ്ങിയ തൊലി പശുക്കൾക്ക് തീറ്റയായി നൽകിയിട്ടുണ്ടെന്നും അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും കുട്ടികൾ പറഞ്ഞു. കന്നാലിക്ക് നല്ല പ്രയാസമാണ് പറഞ്ഞു. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ആയെന്ന് പറയുമ്പോഴത്തേനും പ്രതീക്ഷിച്ചുള്ളൂ. അപ്പോൾ അടുത്തെത്തിയപ്പോഴത്തേക്കും എല്ലാം കിടന്നിങ്ങനെ കാലെ കിടന്ന് വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേക്കും കിടന്ന് അവിടെ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ചത്തു. 10 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 2022 മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള പുരസ്കാരം മാത്യുവിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എല്ലാ പശുവിനെയും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മെഡിക്കൽ ടീം ജില്ലാതലത്തിൽ നിന്നും വന്നിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB ഉപയോഗിച്ച് തന്നെയാണ് വലിയ കുഴിയെടുത്ത് അതിന് മറവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തും കുട്ടി കർഷകർക്ക് സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചത്ത പശുക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. മരച്ചീനിത്തൊണ്ട് ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് 18 തൊടുപുഴ. കരിപ്പൂർ എയർപോർട്ടിൽ 1 കിലോ സ്വർണം പിടിച്ചു. സൗദി അറേബ്യയിൽ നിന്നും കടത്തിയ 1 കിലോ സ്വർണമാണ് പോലീസ് പിടിച്ചെടുത്തത്. കരുവാരക്കുണ്ട് സ്വദേശി ഫിറോസ്, ഷംസുദ്ദീൻ, നൌഫൽ എന്നിവർ പിടിയിലായി. ജ്യൂസർ മെഷീന്റെ മോട്ടറിനകത്ത് ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം. വയനാട് പിണങ്ങോട് പന്നിയോറ ഇടിയംവയൽ ലിങ്ക് റോഡിൽ നിയന്ത്രണം വിട്ട ട്രാവലർ വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. പ്രദേശവാസിയായ അർഷാദിന്റെ വീട്ടുമുറ്റത്തേക്കാണ് ഇന്ന് പുലർച്ചെ കർണാടക രജിസ്ട്രേഷൻ ട്രാവലർ മറിഞ്ഞത്. യാത്രക്കാർ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. റോഡിൽ നിന്നും 10 അടി താഴ്ചയിലാണ് വാഹനം മറിഞ്ഞത്. ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ 59-ാം മൈലിന് സമീപം നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ അപകടം. കൊല്ലത്ത് നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് കാലിത്തീറ്റയുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. കോതമംഗലത്ത് KSRTC ബസിന്റെ മുൻഭാഗത്തെ ടയർ ഇളകിത്തെറിച്ചു. മൂന്നാറിൽ നിന്നും ആലുവയ്ക്ക് വന്ന ബസിന്റെ ടയറാണ് ഊരിത്തെറിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അയ്യങ്കാവ് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിന് സമീപമാണ് അപകടം. റോഡിൽ തിരക്ക് കുറവായിരുന്നത് മൂലം ദുരന്തം ഒഴിവായി. പാറശാല കൊടവിളാകം LP സ്കൂളിലെ കിണറ്റിൽ കണ്ടെത്തിയ പാമ്പുകളെ പുറത്തെടുത്തു. സ്കൂൾ കിണറ്റിൽ പാമ്പുകളെ കണ്ടെത്തി ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇവയെ നീക്കാത്തതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. 2 ചേരകളെയാണ് പിടികൂടിയത്. ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയിൽ വീണ്ടും കയ്യേറ്റം. പുഴ പുറമ്പോക്ക് വെട്ടിത്തെളിച്ച് കയ്യേറി. പുഴയോരത്ത് നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങളും മുറിച്ചുമാറ്റി. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് കയ്യേറ്റ നടപടികൾ നിർത്തിവെച്ചു.
മൂന്നാറിൽ വിനോദസഞ്ചാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വൈക്കം സ്വദേശി സനീഷാണ് മരിച്ചത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. പഴയ മൂന്നാറിലെ സ്വകാര്യ ഹോട്ടലിലാണ് സംഭവം. മൂന്നാർ ചിറ്റിവാര എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അന്യസംസ്ഥാന തൊഴിലാളി പീഡിപ്പിച്ചു. 12 വയസ്സുകാരിയെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. 3 ദിവസം മുൻപ് വീട്ടിൽ ആരുമില്ലാത്ത നേരത്താണ് കുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി പീഡിപ്പിച്ചത്. പെൺകുട്ടിക്ക് ശരീരവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പീഡന വിവരം പുറത്തെത്തിയത്. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി സെലനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കിയിലെ 4 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കേണ്ട ജലജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലായതായി ആരോപണം. ചക്കുപള്ളം, വണ്ടൻമേട്, കരുണാപുരം, വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ 6800-ലധികം കുടുംബങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മരവിച്ചിരിക്കുന്നത്. ജലവിഭവ വകുപ്പിന്റെ പിടിപ്പുകേടാണ് പദ്ധതി മരവിക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. 2022 ഒക്ടോബർ 7-നാണ് പദ്ധതി ആരംഭിച്ചത്. കേരള വാട്ടർ അതോറിറ്റി നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പദ്ധതിയിൽ 6866 ഹൗസ് കണക്ഷനുകളാണ് ഉള്ളത്. കേന്ദ്ര വിഹിതമായി 3159.225 ലക്ഷം രൂപയും പഞ്ചായത്ത് വിഹിതമായി 1053.075 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ബൃഹത്തായ പദ്ധതി നടപ്പാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്. തേക്കടി റിസർവോയറിൽ നിന്നും ശേഖരിക്കുന്ന ജലം കുമളി 1-ാം മൈലിലെ പ്രധാന ജലസംഭരണിയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്നും വിവിധ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കുവാനായിരുന്നു നീക്കം. ഈ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ചില പഞ്ചായത്തുകളിൽ ആരംഭിച്ചിട്ടില്ലെന്നാണ് വരുന്ന ആക്ഷേപം. ഇടുക്കി ജില്ലയിൽ വലിയ കാലതാമസമാണ് ഈ പദ്ധതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം പരാതികളുമായി മുമ്പോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വണ്ടമേട് പഞ്ചായത്തിലും പാമ്പാടുംപാറ പഞ്ചായത്തിലും വലിയ കാലതാമസം വന്നു എങ്കിൽ പോലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്കിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന നടപടികളുമായി കേരള വാട്ടർ അതോറിറ്റി മുമ്പോട്ട് പോകുന്നില്ല. 2024 ഫെബ്രുവരിയിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ഇനിയും പദ്ധതി പൂർത്തീകരിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് 18 ഇടുക്കി. MA യൂസഫ് അലിയുടെ 50 വർഷക്കാലത്തെ UAE ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും ആദരവുമായി പ്രവാസി സംരംഭകൻ ഡോക്ടർ ഷംസീർ വയലിൽ. നിർധനരായ 50 കുട്ടികൾക്ക് സൗജന്യ ഹൃദയ സർജറികൾ പ്രഖ്യാപിച്ചാണ് ഡോക്ടർ ഷംസീർ വയലിൽ യൂസഫ് അലിക്ക് ആദരം അർപ്പിക്കുന്നത്. സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തിന് മാതൃകയാകുകയും മാനവികമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത യൂസഫ് അലിയിൽ നിന്നുള്ള പ്രചോദനമായാണ് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ആശ്വാസകരമാകുന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. MA യൂസഫ് അലിയുടെ മൂത്ത മകളും VPS ഹെൽത്ത് കെയർ വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ ഷബീന യൂസഫ് അലിയുടെ ഭർത്താവായ ഡോക്ടർ ഷംസീർ വയലിൽ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പായ ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമാണ്. മനുഷ്യത്വത്തിന്റെ പാതയിലൂടെ ശ്രീ യൂസഫ് അലിയുടെ UAEയിലെ അരനൂറ്റാണ്ട് അടയാളപ്പെടുത്താനാണ് ശ്രമമെന്നും ഡോക്ടർ ഷംഷീർ പറഞ്ഞു. മലപ്പുറം വാണിയമ്പലത്ത് യാത്രക്കാരനെ ട്രെയിൻ തട്ടി. ഇന്നലെ വൈകുന്നേരം 3:25-ഓടെയാണ് അപകടം. പാളത്തിന് അരികിലൂടെ നടന്നു പോവുകയായിരുന്ന കാളികാവ് സ്വദേശി PM മാത്യു എന്ന യാത്രക്കാരനെയാണ് ട്രെയിൻ ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മാത്യുവിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴയിൽ 1.5 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിൽ. ആലപ്പുഴ ആർത്തുങ്കലിൽ നിന്നാണ് അമ്മ ദീപയെയും സുഹൃത്ത് കൃഷ്ണകുമാറിനെയും കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ ബാലനീതി നിയമം അടക്കം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. 1.5 വയസ്സുകാരനായ കൃഷ്ണജിത്തിന് അമ്മ ദീപയിൽ നിന്നും ആൺ സുഹൃത്ത് കൃഷ്ണകുമാറിൽ നിന്നുമാണ് ക്രൂരമർദ്ദനം ഏറ്റത്. കുട്ടിയുടെ ശരീരത്തിൽ ചൂരലുകൊണ്ട് അടിയേറ്റ നിരവധി പഴക്കം ചെന്ന പാടുകളുണ്ട്. കൈയുടെ എല്ലിന് പൊട്ടലേറ്റ അവസ്ഥയിൽ അവശനായ കുഞ്ഞിനെ കൃഷ്ണകുമാറും ദീപയും ചേർന്ന് കുട്ടിജുവിന്റെ സഹോദരന്റെ കുത്തിയതോടുള്ള വീട്ടിൽ എത്തിക്കുകയായിരുന്നു. തുടർ നടത്തിയ പരിശോധനയിലാണ് ക്രൂരമർദ്ദനത്തിന്റെ വിവരം പുറത്തുവന്നത്. കുട്ടി ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ 11:30-ഓടെ അർത്തുങ്കൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ദീപയെയും കൃഷ്ണകുമാറിനെയും അർത്തുങ്കൽ പോലീസ് പിടികൂടിയത്. ഇരുവരും അർത്തുങ്കലിലുണ്ടെന്ന് കുത്തിയതോട് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത അർത്തുങ്കൽ പോലീസ് പിന്നീട് കുത്തിയതോട് പോലീസിന് കൈമാറി. IPC 324, 326, ജുവനൈൽ ജസ്റ്റിസ് 75 ആക്ട് പ്രകാരമാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഡോക്ടർമാരുടെ പരിശോധനയിൽ കുട്ടിക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് 18
ആലപ്പുഴ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. തദ്ദേശ വകുപ്പിന്റെ സേവനങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കമായി. കൊച്ചി ഗോകുലം കൺവെൻഷനിൽ വെച്ച് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അഴിമതി കുറഞ്ഞാൽ പോരാ, ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 8 സേവനങ്ങളാകും തുടക്കത്തിൽ ജനങ്ങളിലേക്ക് എത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കയറിയിറങ്ങി മടുക്കണ്ട. ഓഫീസുകളിൽ പോകാതെ തന്നെ സേവനങ്ങൾ ഇനി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കെ സ്മാർട്ട് ആപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം കോർപ്പറേഷനുകളിലും നഗരസഭയിലുമാണ് സേവനം ലഭിക്കുക. ഏപ്രിൽ 1 മുതൽ മുഴുവൻ പഞ്ചായത്തുകൾ കൂടി കെ സ്മാർട്ട് ആപ്പിന്റെ പരിധിയിലേക്കെത്തും. അഴിമതി നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയ മുഖ്യമന്ത്രി കെ സ്മാർട്ട് ജനങ്ങൾക്ക് ഒരു സുവർണ അവസരമാണെന്നും പറഞ്ഞു. ഓൺലൈനായി എല്ലാ സേവനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഉള്ള എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നു. അതാണ് കെ സ്മാർട്ട്. ആ പദ്ധതിക്ക് ഔപചാരികമായ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. കെ സ്മാർട്ട് ആപ്പിലൂടെ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും പരാതികളുടെയും നിലവിലെ സ്ഥിതി വിവരങ്ങൾ അപേക്ഷകന് വാട്സ്ആപ്പ്, ഇമെയിൽ എന്തൊക്കെയാണ്